വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ബാലസാഹിത്യകാരനായ ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി സാറിൻ്റെ പേരിൽ ഒരു ബാലസാഹിത്യ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം രചിച്ച ഒരു നാടകം, ഒന്നല്ല 2 നാടകങ്ങൾ നവയുഗിലെ സതീഷ് സാർ സംവിധാനം ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ നാടകം, അതിലെ ഒരു നാടകമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആ നാടകത്തിൻ്റെ പേര് അയ്യേ പറ്റിച്ചേ എന്നുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ ആ നാടകം കാണാൻ. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ മുത്തശ്ശി കള്ളം പറഞ്ഞിട്ടില്ല മക്കളെ, ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ വന്നപ്പോ മുത്തശ്ശി കുടത്തിനകത്തൊന്ന് കൈയെടുക്കുന്നത് കണ്ടല്ലോ. മുത്തശ്ശി കുടത്തിനകമൊന്ന് തുടയ്ക്കുവല്ലായിരുന്നോ മോനെ? പിന്നെ കുടം അടയ്ക്കുന്ന കണ്ടതോ? അടച്ചു വെച്ചില്ലേ, പാറ്റ കേറൂലേ? അപ്പൊ കുടത്തിനകത്തൊന്നും ഇല്ലല്ലോ. ഇല്ലെന്ന് എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കേറി നോക്കിക്കോട്ടെ? ഓ, പൊക്കം വല്ലതും ഇട്ട് കേറി നോക്കിക്കോളി. പക്ഷെ വീണ് കാലും കൈയും ഒന്ന് ഒടിച്ചേക്കല്ല്. ഇല്ല, ഞാൻ പോന്നേ. സരിഗമപദനിസ ഉരുകിട്ടി തൂക്കി, മുറിയുടെ കത്തൊരു ഉരുകിട്ടി തൂക്കി, അതിലെന്റെ മുത്തശ്ശി കൈയിട്ടു നോക്കി. ചൂട് നെയ്യപ്പം കൊണ്ടുവന്ന് ഈ കുടത്തിൽ വെച്ചിട്ടുണ്ട്. ഈ വേലക്കാരി കള്ളം പറയുമോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? മുത്തശ്ശി 3 അപ്പവും കൊണ്ട് അടുക്കളയിൽ ഇങ്ങോട്ട് പോരുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ലേ. അപ്പൊ മുത്തശ്ശി നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ ഒന്നുമില്ലെന്ന്? ചിലപ്പോ നേരായിരിക്കും വേലക്കാരി പറഞ്ഞത്. നമ്മളില്ലാത്ത തക്കം നോക്കി അമ്മൂമ്മക്കെടുത്ത് തിന്നാനുള്ള പണിയായിരിക്കും. എത്ര മക്കം ഉണ്ടെന്നാണ് വേലക്കാരി പറഞ്ഞത്? 3 എണ്ണം. എനിക്ക് 2, നിനക്ക് 1. അത് പറ്റില്ല, ഞാനല്ലേ മൂത്തത്. അപ്പം എടുക്കുന്ന ആൾക്ക് 2, മറ്റേ ആൾക്ക് 1. സമ്മതിച്ചു. ഞാൻ പോയി സ്റ്റൂള് കൊണ്ടുവരാം. വേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. ഞാനാ കൊണ്ടുവരുന്നേ. ഞാൻ കൊണ്ടുവന്നോളാം പറഞ്ഞില്ലേ? ഞാനായാലും പറ്റൂലേ? അമ്പടി അമ്പടാ. എന്തിനാ മക്കളെ വെറുതെ നിങ്ങൾ തങ്ങളിൽ തല്ലുന്നേ? മുത്തശ്ശി പറഞ്ഞില്ലേ കേറി നോക്കിക്കൊള്ളാൻ? സ്റ്റൂൾ എടുക്കാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് എടുക്കണം. അവളാ വഴക്ക് തുടങ്ങിയത്. ചേട്ടനല്ലേ ആദ്യം ലഭിച്ചത്? അത് നീ എന്നെ തള്ളിയപ്പോഴല്ലേ? നിർത്തിൻ. 2 പേരും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കണ്ട. മുത്തശ്ശി കുറി താത്തു തരാം, പോരെ? നല്ല ചക്കര മുത്തശ്ശി. പക്ഷേ ഒരു കാര്യം. എന്താ? കുറിക്കപ്പുറത്തും ഇപ്പുറത്തും 2 പേരും കണ്ണടച്ചിരുന്നോണം. ഏറ്റു. ഇടയ്ക്ക് വെച്ച് കണ്ണു തുറന്നാൽ കുടത്തിനകത്തെ മുഴുവൻ മറ്റേയാൾക്ക് ഏറ്റു. കുടം താഴെ ഇറക്കി കഴിഞ്ഞാൽ മുത്തശ്ശി ഒന്ന് മൂളും. മൂളൽ കേട്ടു കഴിഞ്ഞേ കണ്ണു തുറക്കാവൂ. അത്രേ ഉള്ളൂ. 2 പേരും കണ്ണു തുറന്നു കഴിഞ്ഞാൽ മുത്തശ്ശി കുടം തുറക്കും.
കണ്ണിട്ടു നോക്കിക്കോളിൻ. വേണ്ട മുത്തശ്ശി. തപ്പി നോക്കിക്കോളിൻ. ഇപ്പം മോൻ എന്താ തോന്നണേ? കുടത്തിനകത്ത് ഒന്നുമില്ലെന്ന്. മോക്കോ? മുത്തശ്ശി പറഞ്ഞത് നേരാണ്. ആ, ഇതുപോലാ മക്കളെ ഈ ജീവിതവും. വെറും ഒരു പൊള്ളക്കുടമാ. എന്നിട്ടും എന്തൊക്കെയോ ഉണ്ടെന്നൊരു തോന്നല. അതിനു വേണ്ടി എന്തു തമ്മിത്തല്ല നടക്കുന്നേ. ആ വേലക്കാരിയെ ഞങ്ങളെ പറ്റിച്ചേ. അവളൊരു വേലക്കാരി തന്നെയാ. അയ്യോ, വെറുതെ ആ വേലക്കാരിയെ പഴിക്കരുതേ. അവളൊരു പഞ്ചപാവമാ. ഈ മുത്തശ്ശിയ അവളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ മുത്തശ്ശി ഞങ്ങളെ പറ്റിക്കുമായിരുന്നു? മുത്തശ്ശി പറ്റിക്കല്ലായിരുന്നു, മക്കളെ പഠിപ്പിക്കുവല്ലായിരുന്നോ? ഇപ്പോ നേര് ബോധിച്ചില്ലേ? മനസ്സിലെ സംശയം അങ്ങ് മാറിയില്ലേ? മാറി. അതിനാ മുത്തശ്ശി ആ വേല കാണിച്ചത്. മനസ്സിലായോ?